സന്ദീപ് വാര്യർ, താങ്കൾ പറഞ്ഞു ഈ നിലമ്പൂരിലെ പോരാട്ടം ഇടതുമുന്നണിയും UDF-ഉം തമ്മിലുള്ള പോരാട്ടമാണ്, അവിടെ ഒരു മൂന്നാം കക്ഷിയുടെ പ്രസക്തി പോലുമില്ല എന്ന്. ഇപ്പോൾ PV അൻവർ ഇന്ന് ഈ പല രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തൊട്ടു മുൻപായി അദ്ദേഹം പല രാഷ്ട്രീയ വിഷയങ്ങളിന്മേൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും അത് VD സതീശനാണെങ്കിലും ഇനി താൻ നോക്കിയിരിക്കില്ല, വ്യക്തിപരമായി തന്നെ മറുപടി പറയും. ഒരു TV വെച്ച് ആളുകളെ രേഖാമൂലം രേഖയോടുകൂടി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുമെന്നാണ്. പിന്നെ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. പകൽ വെളിച്ചത്തിലാണ് വന്നത്, വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ സംസ്കാരമാണെന്നാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സംഭവങ്ങൾ, ഈ തരത്തിലുള്ള പരാമർശങ്ങൾ, ഈ തരത്തിലുള്ള ആയുധങ്ങൾ ഈ പ്രചാരണ ഘട്ടത്തിൽ അൻവർ ഇനിയും പ്രയോഗിച്ചേക്കാം. അപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു UDF-LDF പോരാട്ടമാണ്, അതുകൊണ്ട് അൻവറിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം, ഇനി ശ്രദ്ധിക്കേണ്ടതില്ല, ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട എന്ന സമീപനമായിരിക്കുമോ UDF സ്വീകരിക്കുക? ഗോപി, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് നിലമ്പൂരിലെ പോരാട്ടം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം നേരിട്ട് നടത്തുന്ന പോരാട്ടമാണ്. ഇവിടെ ഒട്ടേറെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദിവസേന പോയി പറയുന്ന കാര്യങ്ങളോട് അതത് സമയത്ത് പ്രതികരിക്കാൻ ഞങ്ങൾ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. കാരണം എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സമയം കഴിക്കുന്നത്? ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? ഇവിടെ LDF സർക്കാരിന്റെ 9 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾ ഞങ്ങൾക്ക് ഒട്ടേറെ പറയാണ്ട്. ഇവിടെ സജീഷ് പറഞ്ഞല്ലോ, വൈദ്യുതി മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സജീഷെ, ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പറഞ്ഞിരുന്നത് ശിവദാസ മേനോൻ വന്നു, ശിവദാസ മേനോൻ പോയി എന്നാണ്. ശിവദാസ മേനോന്റെ നുറുങ്ങുവട്ടം എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. വോൾട്ടേജ് എത്ര കുറവായിരുന്നു, അത്രമാത്രം കുറവുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് പല സർക്കാരുകൾ മാറി മാറി ഭരിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഇത്തരത്തിൽ വൈദ്യുത മേഖലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പവർ കട്ട് ഉണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിലും പവർ കട്ട് ഉണ്ടായിരുന്നു. ആ പവർ കട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഊർജ്ജ മേഖലയിൽ വന്നിട്ടുള്ള പുരോഗമനം കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിൽ വൈദ്യുത മേഖലയിൽ എത്ര ഉപഭോഗം വർദ്ധിച്ചു, വൈദ്യുതി മേഖലയിൽ എത്ര അഡീഷണൽ, നിങ്ങൾ എത്ര കപ്പാസിറ്റി കേരളത്തിനകത്ത് നിങ്ങൾ ആഡ് ചെയ്തു? നിങ്ങൾ നാഷണൽ ഗ്രിഡിൽ നിന്ന് കറണ്ട് വാങ്ങി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലപ്പുറം കേരളത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റി ആഡ് ചെയ്ത് എത്രയാണ്? നിങ്ങൾ ഉപഭോഗം വർദ്ധിച്ചതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വീരസ്യം പറയുന്നതിന് അർത്ഥമുള്ളൂ. അത് ലോജിക്ക് മാത്രമാണ്, സാമാന്യ യുക്തി മാത്രം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെയായി ചർച്ചയിൽ പറയുന്നത് ഞാൻ എടുക്കുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു UDF-ലെ പല നേതാക്കന്മാർക്ക് പല അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു. സജീഷെ, അഭിപ്രായം ഉള്ളിടത്ത് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത, പിണറായി വിജയൻ പറയുന്നത് എന്തും പഞ്ചപുച്ഛമടക്കി കേട്ടു നിൽക്കേണ്ടി വരുന്ന ഗതികേടുള്ള സജീഷിനെ പോലെയുള്ള ആളുകൾക്ക് അഭിപ്രായമേ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാന്? നാച്ചുറലി കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തുന്നില്ല. പക്ഷെ ഞങ്ങളൊരു കളക്ടീവ് ഡിസിഷനിലേക്ക് എത്തും. UDF എന്ന് പറയുന്ന മുന്നണിയും കോൺഗ്രസ് എന്ന പാർട്ടിയും എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞതിനപ്പുറം ഒരു കളക്ടീവായ ഡിസിഷനിലേക്ക് എത്തുകയും ആ കളക്ടീവ് ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടുകയും ചെയ്യും. ഇന്ന് ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞു. ആ കൺവെൻഷനിൽ ഞങ്ങൾ കൃത്യമായിട്ട് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള സന്ദേശം UDF പ്രവർത്തകർക്ക് കൊടുത്തു, നിലമ്പൂരിലെ ജനതയ്ക്ക് കൊടുത്തു. ഞങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞു LDF-ന്റെ സ്ഥാനാർത്ഥി വരാൻ? LDF UDF-ൽ നിന്ന് ഒരാളെ കിട്ടുമോ എന്ന് ഗവേഷണം നടത്തി കാത്തിരിക്കായിരുന്നില്ലേ? കിട്ടിയില്ലല്ലോ. അവസാനം എന്തുണ്ടായി? അവസാനം നിങ്ങൾക്ക് സ്വരാജിനെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു. വേറെ നിവൃത്തിയില്ല. നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി കിട്ടാതെ ആയപ്പോ അവസാന നിമിഷം നമുക്ക് സ്വരാജിനെ കൊണ്ടുവരേണ്ടി വന്നു. എന്നിട്ട് ഇപ്പൊ കിട്ടിയതിനെ വെച്ച് കേമം എന്ന് പറഞ്ഞു നടക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതി 23-ാം തീയതി കഴിഞ്ഞ് എന്താകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും നിലമ്പൂരിലെ ജനതയ്ക്കും കൃത്യമായിട്ടുള്ള തീർപ്പുണ്ട്. പാലക്കാട് സംഭവിച്ചതുപോലെ, നമ്മുടെ പുതുപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ, തൃക്കാക്കരയിൽ സംഭവിച്ചതുപോലെ തന്നെ LDF-നെതിരായിട്ടുള്ള വലിയ ജനവികാരം നിലമ്പൂരിൽ ആഞ്ഞടിക്കും. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് ഇവിടെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് അതുവരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരവും ജനാധിപത്യത്തിലുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ആ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. ജനങ്ങൾ വിലയിരുത്തും. ആ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള 100% ഉറപ്പുണ്ട്. ഇവിടെ സജീഷ് വികസന നേട്ടത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സജീഷിന്റെ എതിരാളി CPM-നകത്ത് റിയാസ് വന്നിട്ട് എന്താ പറഞ്ഞത്? റിയാസ് പറഞ്ഞു രാവിലെ 6 മണിക്ക് ഞങ്ങളൊരു അവലോകന യോഗം നടത്തും.
അത് കഴിഞ്ഞാൽ 10 മണിക്ക് ഒരു അവലോകന യോഗം നടത്തും, ഉച്ചയ്ക്ക് ഒരു അവലോകന യോഗം നടത്തും, വൈകുന്നേരം മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ വീണ്ടും അവലോകന യോഗം നടത്തിയാണ് ദേശീയപാതയുടെ നിർമ്മാണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ദേശീയപാത നിർമ്മാണത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് റീൽസ് ഇട്ട് പറഞ്ഞിരുന്ന റിയാസ് ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ദേശീയപാതയുടെ ആ മുതൽ ക്ഷ വരെ നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണ്, ഞങ്ങൾക്ക് അതിൽ ബന്ധമേ ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്, ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നിങ്ങൾ അവകാശവാദം. നിങ്ങളുടെ വികസന അവകാശവാദങ്ങൾ മുഴുവൻ പച്ച കള്ളമാണെന്ന് മലപ്പുറം ജില്ലക്കാർക്ക് മനസ്സിലാവാൻ ആ ദേശീയപാത വരുന്നു പോയി നോക്കിയാൽ പോരെ, തകർന്നടിഞ്ഞിടക്കുന്ന ദേശീയപാത കണ്ടാ പോരെ. നിങ്ങളുടെ തള്ളല് കൂടുന്തോറും വിള്ളലും കൂടുകയാണ് എന്ന് മുനീർ സാഹിബ് പറയണ്ടായി. അതുപോലെയാണ് ദേശീയപാത അവസ്ഥ. നിങ്ങളുടെ ദേശീയപാതയിൽ മാത്രം ആയിരക്കണക്കിന് കോടി ഉൾപ്പെടെ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ആര് പറയും? അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളെ കൊണ്ട് നിലമ്പൂരിലെ ജനത പറയിപ്പിക്കാൻ പോവാണ്. ഇതൊക്കെ മലപ്പുറത്ത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്, നിലമ്പൂരിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് തന്നെ വികസന തള്ളൽ നടത്താൻ വല്ലാത്ത തൊലിക്കെട്ടി വേണമെന്ന് മാത്രമേ പ്രിയപ്പെട്ട സജീഷിനോട് പറയാനുള്ളൂ. നിങ്ങൾ റിയാസിന് 4 റീൽസ് ഇടാൻ വേണ്ടി 32 ലക്ഷം റുപ്യ ചെലവഴിച്ച നാടാണിത്. 4 റീൽസ് ഇടാൻ കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ മന്ത്രി മാറിയത് 398 ഷർട്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത്, ചിത്രം സഹിതം പറയുന്നത്. ഇത്രയും കൂടുതൽ ഷർട്ട് കേരളത്തിലെ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പോലും ഉണ്ടാവില്ല. അതുപോലെ ദിവസേന ഷർട്ട് മാറ്റുന്നു. ആ മുഹമ്മദ് റിയാസിന്റെ മുഖത്തിടുന്ന പുട്ടിയെങ്കിലും ആ ദേശീയപാതയിൽ ഇട്ടിരുന്നെങ്കിൽ ആ ദേശീയപാതത്തിൽ ഇത്രത്തോളം വിള്ളൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട സജീഷിനോട് ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ബിജെപിയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഇവിടെ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബിജെപിയുടെ പ്രതിനിധി ഇവിടെ വികസന മുദ്രാവാക്യമൊക്കെ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് ഇപ്പൊ എന്തും പറയാം. കാരണം ഈ നിലമ്പൂർ വഴിക്കടവ് ബസ്സിലുണ്ടായിരുന്ന ഏതോ ഒരു ജോർജ് സാറിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ആ ജോർജ് സാർ ആരാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. എനിക്കറിയാം. ഉല്ലാസിന് പോലും ജോർജ് സാറിനെ ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണ് പരിചയമുള്ളത്. ഈ നിലമ്പൂരിലെയോ കേരളത്തിലെയോ മലപ്പുറത്തെയോ പൊതുസമൂഹത്തിനോ ഇനി BJP-ക്കാർക്കോ പോലും പരിചയമില്ലാത്ത ഏതോ ഒരു ജോർജ് സാറിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഉല്ലാസിനറിയാം ഇത് TN ഭരതേട്ടന്റെ മണ്ണാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ദുർഗാദാസിന്റെ മണ്ണാണ്. ഈ മണ്ണിൽ നിങ്ങൾ നിങ്ങളുടെ വോട്ട് CPM-ന് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങൾ CPM-ന് വോട്ട് കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ചതിക്കുന്നത് ഈ മണ്ണിൽ ദീർഘകാലമായി ആ പാർട്ടിക്ക് വേണ്ടി പണിതിട്ടുണ്ടായിരുന്ന 100 കണക്കിന് BJP പ്രവർത്തകരെയാണ്. അവർക്കൊന്നും അവസരം കൊടുക്കാതെ കേരള കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് രാവിലെ രാജിവെക്കുക പോലും ചെയ്യാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഇവിടത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഏതോ ഒരു ജോർജ് സാറിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി ആ ജോർജ് സാറിനെ വെച്ച് വികസിപ്പിക്കുമെന്ന് പറയേണ്ട ഗതികേടിലാണ് ഇപ്പോൾ കേരളത്തിലെ BJP ഉള്ളത്. ഇതുപോലൊരു ഗതികേട് കേരളത്തിൽ ഒരു കാലത്തും BJP-ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്.